ഹലോ എവരി വൺ. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് MS വേർഡിലെ ഡിസൈൻ ടാബിനെ കുറിച്ചാണ്. അപ്പോൾ ഡിസൈൻ ടാബിലെ എല്ലാ ഓപ്ഷൻസും വിശദമായിട്ട് നമുക്ക് പഠിക്കാം. ഇതിൽ ഫസ്റ്റത്തെ ഓപ്ഷനാണ് തീംസ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഈ തീംസിൻ്റെ യൂസ് എന്ന് വെച്ചാൽ, നമ്മൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഡോക്യുമെൻറ്റിന് ഒരു പ്രൊഫഷണൽ ലുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തീംസ് യൂസ് ചെയ്യുന്നത്. കണ്ടില്ലേ, ഇത് ഞാൻ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഡോക്യുമെൻ്റാണ്. നമ്മൾ ഇതിലോട്ട് തീംസ് അപ്ലൈ ചെയ്യുമ്പോൾ എന്തൊക്കെ ചേഞ്ചസ് ആണ് വരുന്നത് നോക്കാം. തീംസിൽ പോവുക, എന്നിട്ട് കണ്ടില്ലേ നമുക്ക് ഇഷ്ടപ്പെട്ട തീംസ് സെലക്ട് ചെയ്യാവുന്നതാണ്. അതിനനുസരിച്ച് ഇവിടെ ഈ ഡോക്യുമെൻറ്റിൽ ചേഞ്ചസ് വരുന്നതാണ്. അങ്ങനെ ഡോക്യുമെൻറ്റിൻ്റെ സ്റ്റൈൽ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തീംസ് യൂസ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ. അടുത്തതാണ് വാട്ടർമാർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഈ വാട്ടർമാർക്ക് എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ, നമ്മൾ ഓൾറെഡി ചെയ്ത് വെച്ചിരിക്കുന്ന ഡോക്യുമെൻറ്റിൻ്റെ പർപ്പസ് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വാട്ടർമാർക്ക് യൂസ് ചെയ്യുന്നത്. അതായത് ആ ഒരു പേജ് കോൺഫിഡൻഷ്യൽ ആണോ അല്ലെങ്കിൽ ഡു നോട്ട് കോപ്പി അങ്ങനെയൊക്കെ നമ്മൾ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട്, അങ്ങനെ പർപ്പസ് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് വാട്ടർമാർക്ക് യൂസ് ചെയ്യുന്നത്. നമുക്ക് വാട്ടർമാർക്ക് ടെക്സ്റ്റ് ആയിട്ടും പിക്ചർ ആയിട്ടും കൊടുക്കാവുന്നതാണ്. അപ്പോൾ എങ്ങനെയാണ് വാട്ടർമാർക്ക് കൊടുക്കുക എന്നുള്ളത് നോക്കാം. ആദ്യം വാട്ടർമാർക്ക് സെലക്ട് ചെയ്യാം. ഓക്കെ, ഇവിടെ ഡിഫോൾട്ടായിട്ട് ഇത്രയും ഓപ്ഷൻസ് ഉണ്ടായിരിക്കും. നമുക്ക് വേണമെങ്കിൽ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് കസ്റ്റം വാട്ടർമാർക്ക് പോവുക, ഇത് ക്ലിക്ക് ചെയ്യാം. കണ്ടില്ലേ, ഇങ്ങനെ വരും. ഇതിൽ 3 ഓപ്ഷനാണുള്ളത്: നോ വാട്ടർമാർക്ക്, പിക്ചർ വാട്ടർമാർക്ക്, ടെക്സ്റ്റ് വാട്ടർമാർക്ക്. അപ്പോൾ നമുക്ക് ടെക്സ്റ്റാണ് വാട്ടർമാർക്കായിട്ട് വരേണ്ടതെന്നുണ്ടെങ്കിൽ ടെക്സ്റ്റ് വാട്ടർമാർക്ക് സെലക്ട് ചെയ്യാം. കണ്ടില്ലേ, അപ്പോൾ ഇതിവിടെ ഓപ്പൺ ആയി വരും. അപ്പോൾ ഇവിടെ എന്ത് ടെക്സ്റ്റാണ് നമുക്ക് വാട്ടർമാർക്ക് ആക്കി കൊടുക്കേണ്ടത് അതാണ് ഇവിടെ കൊടുക്കേണ്ടത്. ഡിഫോൾട്ടായിട്ട് അസാപ്പ് ഉണ്ടായിരിക്കും, അത് നമ്മൾ ഒഴിവാക്കുക. എന്നിട്ട് നമുക്ക് എന്ത് ടെക്സ്റ്റാണോ വാട്ടർമാർക്കായിട്ട് വേണ്ടത് അത് കൊടുക്കാം. സപ്പോസ് ഞാൻ ഗ്യാസ്ക് എന്ന് കൊടുക്കണേ. ഓക്കെ, എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ഫോണ്ട് സ്റ്റൈൽ മാറ്റി കൊടുക്കാൻ പറ്റും. നമുക്കിതിൽ ഏത് സ്റ്റൈൽ വേണമെങ്കിലും സെലക്ട് ചെയ്യാൻ പറ്റും. എന്നിട്ട് ഇതിൻ്റെ സൈസ് വേണമെങ്കിൽ നമുക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. അതുപോലെ കളറും ചേഞ്ച് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ലേഔട്ട് ഡയഗണൽ ആയിട്ടാണോ ഈ ഒരു വാട്ടർമാർക്ക് വരേണ്ടത് അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ ആയിട്ടാണോ വരേണ്ടത് അതിനനുസരിച്ച് നമുക്ക് ഏതാണ് വേണ്ടത് അത് സെലക്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അപ്ലൈ കൊടുക്കാം. ഓക്കെ, ഇതിവിടെ വന്നിട്ടുണ്ട്. പക്ഷേ നമ്മൾ ട്രാൻസ്പെറൻ്റ് ആക്കി കൊടുത്തുകൊണ്ടാണ് ഇത് കാണാത്തത് കേട്ടോ. നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ കളർ മാറ്റി കൊടുക്കാം. കളർ ഞാനൊരു ബ്ലാക്ക് അല്ലെങ്കിൽ റെഡ് കൊടുത്ത് അപ്ലൈ ചെയ്തു. കണ്ടില്ലേ, ഇങ്ങനെയാണ് വാട്ടർമാർക്ക് നമ്മൾ ആഡ് ചെയ്യാം. ആ ടെക്സ്റ്റിന് ബിഹൈൻഡ് ആയിട്ടായിരിക്കും ഈ വാട്ടർമാർക്ക് ഉണ്ടായിരിക്കുക. നമുക്കിത് ട്രാൻസ്പെറൻ്റ് ആയിട്ടാണ് വരുന്നത്. നമുക്കത് വേണ്ടാന്നുണ്ടെങ്കിൽ ഈ സെമി ട്രാൻസ്പെറൻ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് ഒഴിവാക്കുക. എന്നിട്ട് ഓക്കെ അടിക്കുക. കണ്ടില്ലേ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ വാട്ടർമാർക്ക് അപ്ലൈ ചെയ്യുന്നത്. അടുത്തത് ഇത് ഡയഗണൽ ആയിട്ടാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. നമുക്ക് ഹൊറിസോണ്ടൽ ആയിട്ടാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഹൊറിസോണ്ടൽ സെലക്ട് ചെയ്യുക, ഓക്കെ കൊടുക്കുക. കണ്ടില്ലേ, ഇങ്ങനെ ഹൊറിസോണ്ടൽ ആയിട്ട് നമ്മുടെ വാട്ടർമാർക്ക് വന്നിട്ടുണ്ട്. അടുത്തത് ഇപ്പോൾ നമ്മൾ കൊടുത്തിട്ടുള്ളത് ടെക്സ്റ്റ് വാട്ടർമാർക്കാണ്. അടുത്തത് എങ്ങനെയാണ് ഒരു പിക്ചർ വാട്ടർമാർക്കായിട്ട് കൊടുക്കുക എന്നുള്ളതാണ് നോക്കുന്നത്. പിക്ചർ വാട്ടർമാർക്കിൽ പോവുക, എന്നിട്ട് സെലക്ട് പിക്ചർ, നമുക്ക് ഏത് പിക്ചറാണ് വാട്ടർമാർക്കായിട്ട് വരേണ്ടത് അത് സെലക്ട് ചെയ്യാം. വർക്ക് ഓഫ്ലൈൻ എന്ന് കൊടുക്കുക. ഇതിൽ ഏതെങ്കിലും ഒരു ഇമേജ് നമ്മൾ സെലക്ട് ചെയ്യാം. അപ്പോൾ സപ്പോസ് ഞാൻ ഈ ഒരു ഇമേജാണ് സെലക്ട് ചെയ്യുന്നത്. എന്നിട്ട് ഇൻസേർട്ട് കൊടുക്കുക. എന്നിട്ട് ഓക്കെ. ഇവിടെ നമ്മളിത് ചെയ്യാൻ വിട്ടുപോയ കാര്യമുണ്ട്. ഇവിടെ കസ്റ്റം വാട്ടർമാർക്കിൽ പോയിട്ട് ഇവിടെ വാഷ് ഔട്ട് എന്നുള്ളത് ആ ടിക്ക് ഒഴിവാക്കുക. എന്നിട്ട് ഓക്കെ അടിക്കുക. കണ്ടില്ലേ, നമ്മുടെ ഇമേജ് ഇവിടെ വാട്ടർമാർക്കായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് വാട്ടർമാർക്ക് വേണ്ട എന്നുണ്ടെങ്കിൽ വാട്ടർമാർക്ക് പോവുക. എന്നിട്ട് റിമൂവ് വാട്ടർമാർക്ക് എന്ന് കൊടുക്കുക. അത് ഓൾറെഡി ഉള്ളത് ഒഴിവാക്കും. ഇനി നമുക്കൊന്ന് വേണ്ടാന്നുണ്ടെങ്കിൽ കസ്റ്റം വാട്ടർമാർക്ക് പോയിട്ട് ഇവിടെ നോ വാട്ടർമാർക്ക് എന്ന് കൊടുത്താൽ മതി. ഓക്കെ, അടുത്തത് പേജ് കളറാണ്. ഈ പേജ് കളർ എന്ന് പറയുന്നത് ഈ ഒരു മൊത്തത്തിൽ ഈ പേജിന് നമുക്ക് കൊടുക്കേണ്ട കളർ ഏതാണോ അത് നമുക്ക് ഇവിടെ നിന്ന് ചൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ പേജ് കളർ സെലക്ട് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഏത് കളറിലാണ് ഈ പേജ് വരേണ്ടത് ആ കളർ ഇതിൽ നിന്ന് ചൂസ് ചെയ്യാം. ഇവിടെ മോർ കളേഴ്സിൽ പോയാൽ വേറെ പല കളേഴ്സ് ഉണ്ടായിരിക്കും. ഇനി നമുക്ക് വേണമെങ്കിൽ എഫക്ട്സും ആഡ് ചെയ്യാൻ പറ്റും. ഇവിടെ ഫിൽ എഫക്ട്സ് പോവാം. കണ്ടില്ല, നമുക്ക് എങ്ങനത്തെ ഇതാണ് വേണ്ടത് വെച്ചാൽ കൊടുത്താൽ മതി. ഇവിടെ ഗ്രേഡിയൻ്റ് കളറൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇതാ ഇവിടെ പോകാം. നമുക്ക് 2 കളേഴ്സിൻ്റെ ഒരു ഗ്രേഡിയൻ്റ് കളറാണ് വേണമെന്നുണ്ടെങ്കിൽ ഇത് 2 കളേഴ്സ് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ഇവിടെ നമുക്ക് ഏതൊക്കെ 2 കളേഴ്സ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, കണ്ടില്ലേ, അതിൻ്റെ ഒരു ഗ്രേഡിയൻ്റ് കളർ വന്നിട്ടുണ്ട്. അടുത്ത് നമുക്ക് വേണമെങ്കിൽ ടെക്സ്ചർ കൊടുക്കാൻ പറ്റും. ടെക്സ്ചർ പോയിട്ട് കണ്ടില്ലേ, നമുക്ക് ഏതാണ് വേണ്ടത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമുക്ക് പേജുകളെ ഒന്നുകൂടി ഒന്ന് ഭംഗിയാക്കാൻ പറ്റുന്നതാണ്. പേജ് കളറിൽ പോവാം, ഫിൽ എഫക്ട്സ് പോവാം. വേണമെങ്കിൽ പാറ്റേൺ അവിടെ പോയിട്ട് നമുക്ക് ഏത് പാറ്റേണിലാണ് വരേണ്ടത് അത് ആ പാറ്റേൺ സെലക്ട് ചെയ്യാം. അതുപോലെ പിക്ചർ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. കണ്ടില്ലേ, ഇങ്ങനെയാണ് നമ്മൾ ഒരു പേജിനെ സ്റ്റൈൽ ചെയ്യുക. ഇപ്പോൾ നമ്മൾ വാട്ടർമാർക്ക് എങ്ങനെ ആഡ് ചെയ്യുമെന്ന് പഠിച്ചു. അതുപോലെ പേജ് കളർ എങ്ങനെയാണ് കൊടുക്കലെന്നും പഠിച്ചു. അടുത്തതാണ് പേജ് ബോർഡർ. നമ്മൾ ഓരോ പേജിന് നമ്മൾ ബോർഡേഴ്സ് കൊടുക്കും അല്ലേ. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഡിസൈൻ ടാബിൽ പേജ് ബോർഡേഴ്സ് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷനാണ് സെലക്ട് ചെയ്യേണ്ടത്. എന്നിട്ട് ഇതിൽ കണ്ടില്ലേ ഇത്രയും ഓപ്ഷൻസാണ് പേജ് ബോർഡറിനുള്ളത്. നണ്ണ്, ബോക്സ്, ഷാഡോ, 3D കസ്റ്റം. ഇവിടെ ഞാൻ ബോക്സ് ആണ് കൊടുക്കുന്നത്. എന്നിട്ട് നമുക്ക് ഏതാ വേണ്ടത് വെച്ചാൽ അത് സെലക്ട് ചെയ്താൽ മതി. ഇവിടെ ഞാൻ ബോക്സ് സെലക്ട് ചെയ്യുന്നു.
എന്നിട്ട് അതിൽ ഏത് സ്റ്റൈലിലാണ് ബോക്സ് എന്ന് പറയുമ്പോൾ 4 ഭാഗത്തു കൂടിയും എന്തുണ്ടായിരിക്കും ഈ ഒരു മാർജിൻ ഉണ്ടായിരിക്കും, ഈ ബോർഡർ ഉണ്ടായിരിക്കും. അപ്പോൾ ഇതിൽ ഏത് മോഡലാണ് ഏത് സ്റ്റൈലാണ് വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ ഇഷ്ടപ്രകാരം സെലക്ട് ചെയ്താൽ മതി. ഞാൻ ഇതാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് കളർ ഏതാണ് വേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ പോവുക, സെലക്ട് ചെയ്യാം. അതുപോലെ വിടുത്ത്, ഓരോ ബോർഡറിനും വിടുത്ത് എത്ര വേണമെന്നുള്ളത് നമ്മുടെ ഇഷ്ടപ്രകാരം നമുക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. അതുപോലെ ഇനി ഇവിടെ ഹോൾ ഡോക്യുമെൻ്റ് ഉണ്ട്. നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഈ ഒരു ഡോക്യുമെൻറ്റിലെ എല്ലാ പേജിനും ഈ ഒരു ബോർഡർ വേണമെന്നുണ്ടെങ്കിൽ ഈ ഹോൾ ഡോക്യുമെൻറ്റ് സെലക്ട് ചെയ്യാം. ഇനി നമ്മുടെ ഇഷ്ടപ്രകാരം ഇപ്പോൾ നമുക്ക് ഫസ്റ്റ് പേജ് മാത്രം മതിയെന്നുണ്ടെങ്കിൽ ഇത് സെലക്ട് ചെയ്യാം. അങ്ങനെ നമുക്ക് എവിടെയൊക്കെയാണോ വേണ്ടത് ബോർഡേഴ്സ് അതിനനുസരിച്ച് ഇത് സെലക്ട് ചെയ്യാവുന്നതാണ്. എന്നിട്ട് ഓക്കെ അടിക്കാം. കണ്ടില്ലേ, നമ്മൾ കൊടുത്തിട്ടുള്ള ആ ഒരു ബോർഡർ ഇവിടെ വന്നിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ ആർട്ടായിട്ടും കൊടുക്കാൻ പറ്റും. ഇവിടെ കണ്ടില്ലേ, നമുക്ക് വേണമെങ്കിൽ ഇതാണ് ബോർഡറായിട്ട് വേണ്ടതെന്നുണ്ടെങ്കിൽ ഇത് സെലക്ട് ചെയ്യാം, ഓക്കെ കൊടുക്കാം. കണ്ടില്ലേ, ഇവിടെ ബോർഡറായിട്ട് ഈ ഒരു ആർട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത്രയാണ് ഡിസൈൻ ടാബിൽ നമുക്ക് പഠിക്കാനുള്ളത്. വളരെ സിമ്പിളാണ്, മനസ്സിലായെന്ന് കരുതുന്നു. താങ്ക് യു.